നമസ്കാരം, ബിന്ദു വിനയനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ സുന്ദരമായ ഭൂമി ഒരു കുപ്പിക്കുള്ളിലേക്ക് ആക്കുമ്പോൾ എത്രമാത്രം മനോഹരമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. ടെറേറിയമാണ് ചെയ്യുന്നത്. ടെറേറിയത്തിന് ചില്ല് പാത്രങ്ങളാണ് ഉപയോഗിക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ടെറേറിയം ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ ചെടികൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഏറ്റവും നല്ലത്. വെയിൽ അധികം ആവശ്യമില്ലാത്തതും വെള്ളം കൂടുതൽ വേണ്ട ചെടികളുമാണ് നമ്മൾ ടെറേറിയത്തിൽ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് മണൽ, കുറച്ച് ചകിരിച്ചോറ്, ക്ലേ ബോൾസ്, നെറ്റ്. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ടെറേറിയം നിർമ്മിക്കാം. ചില്ല് പാത്രത്തിൽ ഡ്രെയിനേജ് ഹോൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു ഡ്രെയിനേജ് ലെയർ ഉണ്ടാക്കണം. അതിനായിട്ട് ഏറ്റവും അടിയിൽ ക്ലേ ബോൾസ് ഇടാം. ക്ലേ ബോൾസ് തന്നെ വേണമെന്നില്ല, ചെറിയ ചെറിയ കല്ലുകൾ, ചരലുകൾ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ക്ലേ ബോൾ ഇട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ മേലെ ഒരു മെഷ് അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റിൻ്റെ ഒരു കഷ്ണം വയ്ക്കുക. അത് വയ്ക്കുന്നത് ഇനി നമ്മൾ പോട്ടി മിക്സ് ഇടുമല്ല, അതും ക്ലേ ബോളും മിക്സ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും. ഇനി മെഷിന് മുകളിൽ കുറച്ച് മരക്കരി ഇടണം. മരക്കരി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പോട്ടി മിക്സിലും ചെടിയിലൊക്കെ ടോക്സിനുകൾ ഉണ്ടാകും. അത് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മരക്കരി ഇടുന്നത്. കരിക്ക് മുകളിൽ മണലാണ് ഇടുന്നത്, മണ്ണ് ഉപയോഗിക്കാറില്ല. മണൽ ഒരു ലെയർ ഇട്ട് കൊടുക്കുക. അടുത്തതായി ഈ മണലിൽ കൂടെ കുറച്ച് ചകിരിച്ചോറ് മിക്സ് ചെയ്യണം. മണലും ചകിരിച്ചോറും കമ്പോസ്റ്റ് ചെയ്തത് ഇതിലിട്ട് കൊടുക്കാം. വെക്കുന്ന പാത്രത്തിൻ്റെ 1/3 ഭാഗമാണ് ഈ മിശ്രിതം ഇടേണ്ടത്. മണ്ണിട്ടതിന് ശേഷം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്തു. കുറച്ച് നനവുണ്ടാവണം, വെള്ളം കൂടുതലാവാൻ പാടില്ല. ഇതിൽ വയ്ക്കുന്ന ചെടികൾ ഈർപ്പം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെടികളായിരിക്കണം. നമ്മൾ ആദ്യം തന്നെ ഈ ചെടിയാണ് വയ്ക്കുന്നത്, ഫേനിൽ വെട്ട ചെടിയാണ്. കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഇതവിടെ വയ്ക്കാം. ഇനി അടുത്ത ചെടി വയ്ക്കുന്നത് പിറ്റോണിയ പ്ലാന്റ് ആണ്. ടെറേറിയം പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ് പിറ്റോണിയ. ചെടികൾ വയ്ക്കുമ്പോൾ മാച്ചാകുന്ന ചെടികൾ വെക്കണം. സൂര്യപ്രകാശം ടെറേറിയത്തിന് നല്ലതല്ല. ജനലിൻ്റെ ഗ്ലാസ്സിലൂടെ കടന്നു വരുന്ന വെളിച്ചമാണ് വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് മോസ് വെച്ച് കൊടുക്കാം. ചെടികൾ നട്ടതിന് ശേഷം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് സ്പ്രിംഗ് ടൈലിനെ ഇടാം. സൂക്ഷ്മജീവികളാണ്. ഇതിൽ വരുന്ന പൂപ്പലുകൾ മറ്റും കഴിക്കാനായിട്ട് ആണ്. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഓരോ ടെറേറിയവും ഒരു കുഞ്ഞു ഭൂമി തന്നെയാണ്. എങ്ങനെയാണ് ഭൂമിയിൽ കാര്യങ്ങൾ നടക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ കുപ്പിക്കുള്ളിലും നടക്കുന്നത്. താല്പര്യമുള്ളവർ എന്തായാലും ഇത് ചെയ്തു നോക്കണം. താങ്ക് യു.